എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഗോതമ്പ് പൊടി വെച്ച് പാൽ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാൽ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ ഒരു 2.25 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക, അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ അതത്ര കറക്റ്റായിട്ട് വരില്ല. നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ധാരാളം മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ മുട്ടയിൽ പഞ്ചസാര അലിഞ്ഞു ചേരണം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ ഇത്ര അധികം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിപ്പോൾ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വാദിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു നുള്ളൊക്കെ മതിയാകും. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ച് സ്വാദ് കൂടുതൽ കിട്ടുക. ഇനി നമുക്കിതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സോഡാപ്പൊടിയും ഉപ്പും ഒക്കെ ആ മുട്ടയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പാൽ ചേർത്താൽ മതി. അപ്പോൾ ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും എല്ലാം കൂടി നമുക്ക് ആ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ചേർത്തപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. തണുത്ത വെള്ളം നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ചൂടുള്ള വെള്ളവും നമുക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പാൽപ്പൊടി അല്ല പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് പാൽ ഉപയോഗിക്കാം. അപ്പോൾ പാൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ പാൽ കേക്ക് നല്ലപോലെ റെഡിയായി വരും. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആ സമയം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ പഞ്ചസാര എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ശരിക്കും നല്ലൊരു സിറപ്പായി ഇത് മാറും. പിന്നെ ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ല, അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, അതുപോലെ വേണം ഇത് നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഒത്തിരി നൈസാക്കിയിട്ട് തിന്നാക്കിയിട്ട് പരത്തരുത്. കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ പാൽ കേക്ക് കുറച്ച് കട്ടിയിലാണല്ലോ ഇരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ പാൽ കേക്കൊക്കെ മലബാർ സൈഡിലൊക്കെ വളരെ ഫേമസ് ആണ്. അവിടെ മിക്ക കടകളിലും തന്നെ നമുക്ക് പാൽ കേക്കൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ തൃശ്ശൂർ തുടങ്ങി എറണാകുളം ഒക്കെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇത് വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ പാൽ കേക്ക് കഴിക്കാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഞാൻ ദാ പാൽ കേക്ക് എന്നുള്ള ഷീറ്റ് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് എത്ര വലുപ്പത്തിലാണോ നമ്മുടെ പാൽ കേക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാ ഞാൻ നമ്മുടെ പാൽ കേക്ക് എന്നുള്ള പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയും കട്ടിയിലാണ് ഇരിക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ സൈഡിലുള്ള ഭാഗത്തിനൊന്നും ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നന്നാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീളത്തിൽ ഒന്ന് ആക്കി കൊടുക്കാം നമുക്കിത്. ഇപ്പോൾ സ്ക്വയർ അല്ല, കുറച്ച് നീളത്തിലാണ് നമ്മുടെ പാൽ കേക്ക് ഇരിക്കുക. അപ്പോൾ ദാ ഞാൻ നമ്മുടെ പാൽ കേക്കിനുള്ള മിക്സ് എല്ലാം നന്നായിട്ട് റെഡിയാക്കി ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഷേപ്പിലൊക്കെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ പാൽ കേക്കിൻ്റെ കൂട്ട് ഓരോന്നും ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളിൽ അധികം വേവില്ല. അപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് കളറ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് നമ്മുടെ ഈ പാൽ കേക്കിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിന് അത്യാവശ്യം ചൂട് വേണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചൂടില്ലെങ്കിൽ ഇതത്ര കറക്റ്റായിട്ട് വരില്ല. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കേക്കുകളും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് പാൽ കേക്ക്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ്റെയൊക്കെ ഒരു വകഭേദം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.